ഞങ്ങളൊന്ന് കറങ്ങാൻ കൊച്ചി വരെ പോവാ. വരുന്നോ കൂടെ? രാവിലെ തന്നെ ഫുഡ് റെഡി തുടങ്ങണമെന്നാണല്ലോ ആചാരം. ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ചേർത്തല AVC കയറി നല്ല ഇടിയപ്പവും ചിക്കൻ സ്റ്റൂ അടിച്ച് അപ്പം തന്നെ വണ്ടി വിട്ടു. പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാത്തൊരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ രമ്യ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ പോകുന്ന വഴിക്ക് തന്നെ നെയിൽ ആർട്ട് സ്റ്റുഡിയോ ബൈ റീതാമാത്തന്റെ അവിടെ അപ്പോയിന്റ്മെന്റ് എടുത്തു. അവിടെ ചെന്നപ്പോഴാണ് ഇതിനെപ്പറ്റി എനിക്ക് ഒരു വിവരം ഇല്ലാന്ന് മനസ്സിലായത്. എന്തൊക്കെയോ ചോദിച്ച് മനസ്സിലാക്കി ഞാൻ അവസാനം എക്സ്റ്റൻഷൻ ഇല്ലാതെ നെയിൽ ആർട്ട് മാത്രം ചെയ്യാൻ തീരുമാനിച്ചു. ഓരോ ലെയർ കഴിയുമ്പോഴത്തേനും ഈ UV മെഷീനിൽ വെച്ച് അത് ഹാർഡനാക്കി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ചെറിയതായിട്ട് ചൂടടിക്കുന്നുണ്ടായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ രമ്യ നല്ല കൂളായിട്ട് ഇരിപ്പുണ്ട്. ഒരച്ച് തേച്ച് കഴുകിക്കൊണ്ടിരിക്കുക. രമ്യയുടെ പണി 2 മണിക്കൂർ എടുക്കുന്നതുകൊണ്ട് എന്റെ പണി 3/4 മണിക്കൂറിൽ തീർന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ട്രാൻസിഷൻ റീലൊക്കെ എടുത്തു. കണ്ടിട്ടില്ലേ, പോയി കാണണം കേട്ടോ. അങ്ങനെ ഇതായിരുന്നു എന്റെ ഫൈനൽ ലുക്ക്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ ചാച്ചന് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ലെന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പോഞ്ഞിക്കര ഫോർ ലഞ്ച്. ഇവിടെ നല്ല സൂപ്പർ മീൽസ് ഒക്കെ 5 മണി വരെ കിട്ടുമെന്നാ കേട്ടോ. ഇപ്പൊ ആക്ച്വലി 4-4:30 ആവുന്നു. ലെറ്റ്സ് ഗോ ആൻഡ് സീ. ലഞ്ച് കിട്ടിയെന്ന് മാത്രമല്ല, നല്ല പൊളപ്പൻ ലഞ്ചായിരുന്നു. പാൽക്കപ്പയും ചോറും കൊഞ്ച് വറുത്തതും മീൻ വറുത്തതും. ഓഹ്, ആ ചൂട് ചോറിന്റെ കൂടെ ഉണക്കച്ചെമ്മീൻ തീയിലും കുഴച്ച് ഇച്ചിരി അവിയലും വെച്ച് ഒരു കഷ്ണം കൊഞ്ച് വറുത്തതും കൂടെ വെച്ച് കഴിച്ചപ്പോൾ എൻ്റെ സാറേ. അടുത്ത സെറ്റ് ചൂട് ചോറിൻ്റെ കൂടെ കുറച്ച് പുളിശ്ശേരിയും തോരനും വെച്ച് കുഴച്ച് അതിൽ നല്ല മൊരിഞ്ഞൊരു കഷ്ണം കരിമീനും കൂടെ വെച്ചു. ആർക്കെങ്കിലും വേണോ? വേണ്ട, ഓക്കെ, ഞാൻ തന്നെ കഴിച്ചോളാം. അങ്ങനെ വയറും മനസ്സും നിറഞ്ഞു കഴിഞ്ഞപ്പം അടുത്ത പ്ലാൻ എനിക്കൊരു മൂക്കുത്തി വാങ്ങിക്കണമെന്നായിരുന്നു. അതിന് നമ്മൾ പോയത് ഋതു ഡയമണ്ട്സ് ബൈ അനശ്വരയിലാണ്. ഇതെനിക്ക് ഇഷ്ടമാണ് ഈ ജെ. പക്ഷെ ജസ്റ്റ് ഒരു എന്തെങ്കിലും വെറൈറ്റി മൂക്കുത്തി കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ഋതു ഡയമണ്ട്സിൽ വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ നാട്ടിലെത്തിയപ്പോൾ തൊട്ട് കുറെ ജ്വല്ലറിയിൽ കയറി ഇറങ്ങി കുറച്ച് എന്തെങ്കിലും ഒരു വെറൈറ്റി കളക്ഷൻ പ്രതീക്ഷിച്ച്. അവിടെ എവിടെയും കാണാൻ പറ്റാത്ത വെറൈറ്റി കളക്ഷൻസ് ഇവിടെ നമ്മൾ കണ്ടു. ഇതായിരുന്നു ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 5 എണ്ണം. നിങ്ങൾക്ക് ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടെ? ഏത് ഇഷ്ടപ്പെട്ടാലും ഞാൻ അവസാനം ഇതാണ് എടുത്തത്. ഹൗസ് മൈ ന്യൂ മൂക്കുത്തി ആൻഡ് മൈ ന്യൂ നെയിൽസ്. രമ്യ ഇവിടെ ഒരു പുതിയ ബുഗാടി ചൂസ് ചെയ്ത് അത് മാറിക്കൊണ്ടിരിക്കട്ടോ. ആ കുത്തി തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് കുട്ടിക്ക് നല്ല വേദനയുണ്ട്. എങ്ങനെയുണ്ട്? നല്ല രസില്ലേ? ചായ ബടിയിൽ ചായ കുടിക്കാൻ വന്ന ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടല്ലോ. അല്ല, വേണ്ട, ചാച്ചൻ പേടിക്കും. അങ്ങനെ ഒരു സൂപ്പർ കോഫി ഒക്കെ കുടിച്ചിട്ട് ഇനി നമ്മൾ ലുലുവിൽ പോവാണ്. കൊച്ചിയിലല്ലേ, ലുലുവിൽ പോവാതിരിക്കാൻ പറ്റും? നമുക്കങ്ങനെ പ്രത്യേകിച്ച് അജണ്ടയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ലുലു ഫാഷൻ സ്റ്റോറിലോട്ടാണ് കയറിയത്. അവിടെ ഇങ്ങനെ റമദാൻ കളക്ഷൻസ് ഒക്കെ ആയിരുന്നു കൂടുതലും. ചുമ്മാ കുറച്ച് ഉടുപ്പൊക്കെ നോക്കി കുറച്ച് ജ്വല്ലറി ഒക്കെ നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് നേരെ ഫുഡ് കോർട്ടിലോട്ട്. ഉച്ചക്കത്തെ ഫുഡൊക്കെ നല്ല ഹെവി ആയതുകൊണ്ട് രാത്രി ലൈറ്റ് ആയിട്ട് പുട്ടും ചിക്കൻ കറിയും മതിയും തീരുമാനിച്ചു. ഇവിടെ ഫുഡ് കോർട്ടിൽ ഭയങ്കര ചൂട്. ഏത് സമയത്ത് വന്നാലും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഇവിടെ ചൂടായി. സമയം രാത്രി 12. ഇനി എന്ത് കാണാൻ നിൽക്കുക? ഗോ ടു യുവർ ക്ലാസ്സസ്. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്.